പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിയിരിക്കുന്നത് ഓർമ്മശക്തി എന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഇത്രയും വർഷങ്ങൾക്കിടയിൽ കുട്ടികളെല്ലാം എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ഞങ്ങളിതൊക്കെ ഓർത്തിരിക്കുമോ? പരീക്ഷയുടെ സമയമാകുമ്പോൾ ഞങ്ങൾ പലതും മറന്നു പോകില്ലേ? ഇത് വിദ്യാർത്ഥികളെ മാത്രം വലയ്ക്കുന്ന ഒരു കാര്യമല്ല. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ ആശങ്കയുള്ളൊരു കാര്യമാണ് ഓർമ്മ എന്നത്. ഈ ഓർമ്മ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു ഒബ്സർവേഷൻ, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയട്ടെ, ഞാൻ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത് അവതരണം ആരംഭിക്കുന്നത്. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഇതിൽ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റും, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നത്, ഇതിൻ്റെ ഡിഫറൻസിയേഷൻ, ഇതിൻ്റെ പ്രത്യേകതയും വ്യത്യസ്തതയും നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. ആദ്യ ചോദ്യം: ഇന്ത്യ എത്ര തവണ ലോക ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്? എനിക്കറിയാം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ വളരെ പെട്ടെന്ന് പറയും. 2 തവണ ഇന്ത്യ ലോകകപ്പ് നേടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം: എപ്പോഴാണ് ഇന്ത്യ ആദ്യമായി ലോകകപ്പ് നേടിയത്? ഇതിൻ്റെ ഉത്തരവും ഒരുവിധപ്പെട്ട എല്ലാവരും വളരെ പെട്ടെന്ന് പറയും. എൻ്റെ ക്ലാസ്സിലെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ ഇങ്ങനൊരു മറുപടി പറയുന്നത്. 1983. അടുത്ത ചോദ്യം: 1983 ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകില്ല. ഉത്തരം കപിൽ ദേവ്. ഇന്ത്യ ഫൈനലിൽ ഏത് ടീമിനെയാണ് തോൽപ്പിച്ചത്? ഇതും ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഉത്തരം പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. വെസ്റ്റ് ഇൻഡീസ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെയാണ് ഫൈനലിൽ തോൽപ്പിച്ചത്. ആരായിരുന്നു വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ നായകൻ? ഇതിനുത്തരം ചിലപ്പോൾ ചിലർക്ക് കിട്ടണമെന്നില്ല. ഒരു പക്ഷേ ക്രിക്കറ്റുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ പറയും ക്ലൈവ് ലോയിഡ്. ക്ലൈവ് ലോയിഡാണ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 1983 ലോകകപ്പിലെ മാൻ ഓഫ് ദ സീരീസ് അവാർഡ് നേടിയതാരാണ്? ബുദ്ധിമുട്ട് കൂടി വരുന്നു. ഉത്തരം മൊഹിന്ദർ അമർനാഥ്. ആരായിരുന്നു മാൻ ഓഫ് ദ ഫൈനൽസ്? മാൻ ഓഫ് ദ ഫൈനൽസും ഉത്തരം മൊഹിന്ദർ അമർനാഥ് തന്നെയാണ്. 1983 ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ ആരാണ്? ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് എനിക്കറിയാം. ഉത്തരം റോജർ ബിന്നി. 18 വിക്കറ്റുകളാണ് അദ്ദേഹം ആ ടൂർണമെൻറ്റിൽ നേടിയത്. അടുത്ത ചോദ്യം: ഇന്ത്യ ലോകകപ്പ് നേടിയ ദിവസം എന്നാണ്? വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പലരും മറുപടി പറയാൻ സാധ്യതയില്ല. ജൂൺ 25. അപ്പോൾ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടി, ചില ചോദ്യങ്ങൾക്ക് നമ്മൾക്കിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കേണ്ടി വന്നു, നമുക്ക് ഉത്തരം കിട്ടിയില്ല. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുടെ മെമ്മറി, നമ്മളുടെ ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. എൻ്റെ അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. നോക്കൂ, ഇപ്പോൾ നിങ്ങളുടെ സ്ലൈഡിൽ കാണുന്ന ആ വെളുത്ത ഭാഗം, അതാണ് നമ്മളുടെ മെമ്മറി എന്ന് കരുതുക. നമ്മളുടെ ഓർമ്മ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയുള്ള, വായിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഇൻപുട്ടുകളെല്ലാം തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഇവിടെയാണെന്ന് കരുതുക. നമ്മളുടെ പേര്, നമ്മളുടെ ജനന തീയതി, നമ്മൾ പഠിച്ച പരീക്ഷകൾ, നമ്മളുടെ സുഹൃത്തുക്കൾ, നമ്മളുടെ ബന്ധുക്കൾ, നമ്മൾ കണ്ട സിനിമകൾ, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ചു വെച്ചേക്കുന്നത് ഈ മെമ്മറി സ്പേസിലാണെന്ന് കരുതുക. ഈ മെമ്മറി സ്പേസിൽ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇന്ത്യ എത്ര തവണ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു കാണും. 2. ഇന്ത്യയുടെ ക്യാപ്റ്റൻ 1983 ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആര് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു കാണും, കപിൽ ദേവ് എന്ന് പറഞ്ഞു കാണും. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മറുപടി കിട്ടി. എന്നാൽ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതാര് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പരതിക്കൊണ്ടേയിരുന്നു, നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് വന്നിട്ടുണ്ടാകാം. ചിലർക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ.
എങ്കിലും ഭൂരിപക്ഷം പേർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ് ആ വ്യത്യാസം നോക്കാം. അപ്പോൾ ഈ മെമ്മറി സ്പേസിൽ എല്ലാ കാര്യങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് റിക്കോൾ ചെയ്യാൻ പറ്റി, ചില കാര്യങ്ങൾ റിക്കോൾ ചെയ്യാൻ പറ്റിയില്ല. അതാണ് വ്യത്യാസം. അവിടേക്കാണ് ഞാൻ വരുന്നത്. നോക്കൂ, ഇപ്പോൾ അതിൻ്റെ ഒരു വശത്ത് ഞാൻ IM എന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ ടോട്ടൽ മെമ്മറി സ്പേസിൻ്റെ ഒരു വളരെ ചെറിയ ഭാഗമാണ് ഈ IM അഥവാ ഇമ്മീഡിയറ്റ് മെമ്മറി. എൻ്റെ ഇമ്മീഡിയറ്റ് മെമ്മറിയിലുള്ള കാര്യങ്ങൾ ഞാൻ യാതൊരു സമയമെടുക്കാതെ പെട്ടെന്ന് മറുപടി പറയും. ഇന്ത്യ എത്ര തവണ വേൾഡ് കപ്പ് നേടി എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് 2 തവണ. ആദ്യം നേടിയതെന്ന് 1983. അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആര്? കപിൽ ദേവ്. ഇതെല്ലാം ഞാൻ വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു. എൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ, എൻ്റെ ആദ്യത്തെ അധ്യാപകൻ അഥവാ അധ്യാപിക ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞേക്കാം. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരമായി ആലോചിക്കുകയോ മറുപടി പറയുകയോ എഴുതുകയോ, എൻ്റെ പേര് ഇന്നതാണെന്ന് ഞാൻ മില്യൺസ് ഓഫ് ടൈംസ് എഴുതിയിട്ടുണ്ടാകും, ഞാനത് ശ്രവിച്ചിട്ടുണ്ടാകും, ഞാൻ പറഞ്ഞിട്ടുണ്ടാകാം. ഇതെല്ലാം എൻ്റെ മെമ്മറിയുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ നിരന്തരമായി പതിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് മറുപടി പറയും. ഒരു ക്രിക്കറ്റ് കളിയിൽ താല്പര്യമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ ഈ പറയുന്ന 1983 ഇന്ത്യ ക്രിക്കറ്റ് ആദ്യമായി വേൾഡ് കപ്പ് വിജയിച്ചതെന്നും അന്ന് കപിൽ ദേവ് ആയിരുന്നു ക്യാപ്റ്റനായിരുന്നു എന്ന കാര്യമൊക്കെ ഞാൻ നിരന്തരമായി ഓർക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ചില വീഡിയോകൾ കണ്ട് എൻ്റെ മെമ്മറിയിൽ കൂടുതൽ പതിഞ്ഞിട്ടുണ്ടാകാം. എൻ്റെ ഇമ്മീഡിയറ്റ് മെമ്മറിയിലുള്ള എല്ലാ കാര്യങ്ങളും ഏതുറക്കത്തിൽ ചോദിച്ചാലും ഞാൻ വളരെ പെട്ടെന്ന് മറുപടി പറയും. എന്നാൽ ഇന്ത്യ വേൾഡ് കപ്പ് 1983 നേടിയപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആര് എന്ന് ഉള്ളത് ഈ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ ചിലപ്പോൾ ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ അതിന് പെട്ടെന്ന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. സ്വാഭാവികമായിട്ടും എൻ്റെ ആ ലാർജർ മെമ്മറി എന്നെഴുതിയേക്കുന്ന എൻ്റെ മെമ്മറി സ്പേസിൽ എവിടെയോ ഇതുണ്ടാകും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ നമ്മളുടെ മനസ്സിലൊരു സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഇമ്മീഡിയറ്റ് മെമ്മറിയിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മറുപടി പറയും, ഇല്ല എങ്കിൽ ഉടനെ ഒരു സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ നമുക്കതിന് ഉത്തരം കിട്ടും. ഒരു പക്ഷേ നമ്മളുടെ ഇവിടെയായിട്ടാണ് റോജർ ബിന്നി എന്ന ഒരു ഉത്തരം കിടപ്പുണ്ട് എന്നിരിക്കട്ടെ. എങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ചോദ്യം വന്നു, ആരായിരുന്നു 1983 ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ? ആദ്യം ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ ചെക്ക് ചെയ്യും. അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മറുപടി പറയും, അവിടെ ഇല്ല എങ്കിൽ ഉടനെ ഒരു സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ മെമ്മറി സ്പേസിൽ എവിടെയാണ് ഈ ഉത്തരം കിടക്കുന്നത്? ഉണ്ടെങ്കിൽ മാത്രം കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. ഒരു പക്ഷേ സ്കാനിങ് നടത്തി ഇവിടം വരെ നമ്മൾ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടി മെമ്മറി സ്പേസിൽ ഇത് റോജർ ബിന്നിയാണ് എങ്കിൽ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഉടനെ ഈ ഇൻഫർമേഷനെ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പേസിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ കുറേ കാലം റോജർ ബിന്നിയാണ് ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ എന്ന ഒരു ഉത്തരം അത് ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ കിടക്കും. അത് നാളെ ചോദിച്ചാലോ മറ്റന്നാൾ ചോദിച്ചാലോ കുറച്ച് കാലത്തേക്ക് ചോദിച്ചാലോ നമുക്ക് മറുപടി പറയാൻ പറ്റും. വീണ്ടും നമ്മളുടെ സ്മൃതിയിൽ നിന്ന് അത് മറഞ്ഞു പോയേക്കാം. അപ്പോൾ ഇമ്മീഡിയറ്റ് മെമ്മറി, ഇനി ഒരു ഇൻഫർമേഷൻ തരാം. ഈ ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ടോട്ടൽ മെമ്മറിയുടെ 0.1501% ഇമ്മീഡിയറ്റ് മെമ്മറി. എങ്കിൽ കൂടെ അത് വളരെ 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 വലുതാണ്. ഒരു സാധാരണ വ്യക്തിയിൽ പോലും ഈ ഇമ്മീഡിയറ്റ് മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു മെമ്മറി സംഭവമാണ്. ധാരാളം ഇൻഫർമേഷൻ കീപ്പ് ചെയ്യാൻ കഴിവുള്ളൊരു സംഭവമാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയുന്നത്. ചിലപ്പോൾ ചില സിനിമാ ഡയലോഗുകൾ പോലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇതെല്ലാം നമ്മളുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ കൂടുതൽ കാര്യങ്ങൾ കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ മെമ്മറി പവർ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏക വഴി. ഓർക്കുക, നമ്മൾ ആരെയും നമ്മളുടെ മെമ്മറിയെ നമ്മൾ അണ്ടർമൈൻ ചെയ്യരുത്, കുറവായി കാണരുത്. ഇപ്പോൾ സംഭവിക്കുന്നത് ജയകൃഷ്ണൻ എന്ന ഒരു മെഗാ കമ്പ്യൂട്ടർ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരായ ഓരോ മെഗാ കമ്പ്യൂട്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഞാനുമെല്ലാം ഒരു മെഗാ കമ്പ്യൂട്ടറാണ്. നമ്മളുടെ തലച്ചോറിൻ്റെ അത്രയും ശക്തിയും പവറുമുള്ള മറ്റൊരു കമ്പ്യൂട്ടർ നിർമ്മിതിയിൽ വന്നിട്ടില്ല. ഓർമ്മകൾ പലപ്പോഴും
നമ്മളെ പരാജയപ്പെടുത്തിയേക്കാം. അപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കുക. പാഠ്യഭാഗങ്ങളാണെങ്കിൽ അത് നിരന്തരമായി വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ കൂടുതൽ 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 കാര്യങ്ങൾ വരും. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. സപ്പോസ് നമ്മൾ 50% കാര്യങ്ങൾ എപ്പോഴും മറന്നു പോകുന്നിരിക്കട്ടെ. ജനറലി ഞാൻ പഠിക്കുന്ന 50% കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അപ്പോൾ 10 കാര്യം പഠിച്ചാൽ 5 കാര്യം ഓർത്തിരിക്കും, 5 കാര്യം മറക്കും. 100 കാര്യം പഠിച്ചാലോ 50 കാര്യം ഓർത്തിരിക്കും. 50 കാര്യം മറന്നാലും 50 കാര്യം ഓർത്തിരിക്കും. അപ്പോൾ നമ്മളുടെ മെമ്മറിയെ കൂടുതൽ കൂടുതൽ ടാക്സ് ചെയ്യുക എന്നത് മാത്രമാണ് മെമ്മറി വർദ്ധിപ്പിക്കാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏക വഴി. നന്നായി വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും നമ്മളുടെ മെമ്മറിയെ നിരന്തരമായി പ്രവർത്തന നൈരന്തര്യത്തിലൂടെ ടാക്സിയും ചെയ്യുന്നവർ സെനൈലിറ്റിയെപ്പോലും, വാർദ്ധക്യത്തിലുണ്ടാകുന്ന ഓർമ്മശക്തിയെപ്പോലും, ഓർമ്മക്കുറവിനെപ്പോലും പരാജയപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. വായനയിലൂടെയും കേൾവിയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ സ്മൃതിപഥത്തിലേക്ക് കയറട്ടെ, നമ്മളുടെ ഓർമ്മശക്തി വർദ്ധിക്കട്ടെ. പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മയെക്കുറിച്ച്, ഓർമ്മശക്തിയെക്കുറിച്ച് ഉള്ള ആശങ്കകളൊക്കെ ഇല്ലാതാകട്ടെ. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.